നമുക്കുണ്ടല്ലോ ഒരു ഞണ്ട് കറി വെക്കാം കേട്ടോ. ഇത് നാടൻ ഞണ്ടൊന്നുമല്ല, പുഴഞ്ഞണ്ട് അതൊന്നുമല്ല, ഇത് കോരഞ്ഞണ്ടാണ്. ഇത് അവരിത് കണ്ട ആദ്യമേ പിടിക്കുമ്പോൾ ഇത് ചത്തിട്ടുണ്ടാവില്ലല്ലോ, അപ്പോൾ ഇറുക്കണ കാരണം അവർ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ പിന്നെ ഇതൊക്കെ ചത്തുപോയി. അപ്പം ഞാൻ ആദ്യം തന്നെ അതിൻ്റെ കാലൊക്കെ മാറ്റി, പിന്നെ ഞവരക്കാലുണ്ടല്ലോ അതെല്ലാം അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇത് പൊട്ടഞ്ഞണ്ടായത് കാരണം വലിയ പണിയൊന്നും തോന്നിയില്ല, അല്ലെങ്കിൽ കല്ല് വെച്ചൊക്കെ ഇടിച്ച് പൊട്ടിക്കണം. അപ്പോൾ ഇത് ചിലതൊക്കെ പൊട്ടയുണ്ടെന്ന് തോന്നണം. ഇപ്പോൾ ആദ്യം എടുത്തപ്പോൾ തന്നെ ഒരു പൊട്ടഞ്ഞുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ചുറ്റും രണ്ട് സൈഡിലായിട്ടിരിക്കും ഈ നാരങ്ങല്ലി പോലെ. അത് നമുക്കതൊക്കെ നീക്കം ചെയ്യണം കേട്ടോ, അതൊന്നും ആവശ്യമില്ല. അത് നീക്കം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സൈഡിൽ ചെളി ഉണ്ടാവും. അതിപ്പോൾ ഈ വെള്ളം വെച്ച് ഇങ്ങനെ നമ്മൾ കഴുകിക്കളയണം. സാധാരണ നമ്മൾ ഞണ്ട് നല്ലപോലെ കഴുകിയിട്ടുണ്ട്, പക്ഷേ ഉള്ളിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ അതങ്ങനെ കളയണം. അപ്പോൾ അത് പൊന്നിരിക്കുന്ന ഭാഗത്ത് ചിലതിൻ്റെയൊക്കെ ഒരു വെളുത്തിട്ടൊരു കട്ട പോലെ ഒരു സാധനം ഉണ്ടാവും, അത് നമ്മൾ നീക്കം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനത് കണ്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒടിച്ചൊക്കെ ഇട്ടത്. പിന്നെ ഈ കാലെന്ന് വെച്ചെന്നാൽ ഇര പിടിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഇറുക്കുമല്ലോ ആ കാലിൻ്റെ ഇത് വെച്ച്. അപ്പോൾ ഞാൻ അത്രയും വശം അങ്ങോട്ട് തല്ലിപ്പൊട്ടിച്ച് കളയും. അല്ലെങ്കിൽ പിന്നെ കറി വെച്ചാലോ അത് ഇറുക്കാൻ പറ്റുന്ന പോലെ ഇരിക്കുമല്ലോ, കറി കിടന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പൊടിച്ചൊക്കെ ഇങ്ങനെ എടുക്കും കേട്ടോ. പിന്നെ ഇത് കഴമ്പ് കുറവായതുകൊണ്ട് ഞാൻ പല്ലേ വെച്ചൊക്കെ കടിച്ച് പൊട്ടിക്കുക അങ്ങനെ ഇട്ട്. അല്ലെങ്കിൽ കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കല്ല് വെച്ചൊന്ന് ഒരു രണ്ട് വശത്ത് ഓരോ ചത കൊടുത്ത് കഴിഞ്ഞാൽ വെന്ത് കഴിയുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് അതിൻ്റെ കഴമ്പൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ചില പിള്ളേർക്കൊന്നും ഞണ്ടൊന്നും നന്നാക്കാനൊന്നും അറിയില്ല. എൻ്റെ കൂട്ടുകാരത്തിയുടെ മോക്ക് ഒട്ടും അറിയില്ല. അവൾ ഞണ്ട് മേടിക്കുമ്പോൾ അമ്മേനെ ഫോൺ ചെയ്യും, അമ്മ വന്നിതൊന്ന് നന്നാക്കുക, എങ്ങനെയാണെന്ന് എനിക്കറിയില്ലെന്ന് പറയും. അപ്പോൾ അറിയാത്ത പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഞാനിത് ഇട്ടേക്കണത്. പിന്നെ അതേപോലെ ഈ ഞണ്ടിൻ്റെ ഈ തോട് കണ്ട അതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ കളി ഉണ്ടാവും, അതെടുക്കുക കേട്ടോ. അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇത് കണ്ട അതതിൻ്റെ തീറ്റ സഞ്ചിയാണേ, അത് നമ്മൾ എടുക്കരുത് കേട്ടോ, അത് നീക്കം ചെയ്യണം. അപ്പോൾ അറിയാൻ പാടില്ലാത്തവരെല്ലാം എടുക്കുക, അതൊരിക്കലും എടുക്കരുത് കേട്ടോ. അപ്പോൾ ആ കളി മാത്രം എടുക്കുക. പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ കംപ്ലീറ്റ് സംഭവം ഇങ്ങനെ നീക്കി കഴിഞ്ഞിട്ട് ഒന്നും കൂടെയൊക്കെ ആ ഉള്ളിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുക. ചെളി ഉണ്ടാവുമല്ലോ ചിലതൊക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് തിന്നാം. ഇത് കണ്ട ഇതുപോലത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞത്. അത് ചില ഞണ്ടിൽ നമ്മൾ പൊളിക്കുമ്പോൾ പോവും, ഇത് ഇങ്ങനെ ഇരുന്ന കാരണം അത് നീക്കം ചെയ്ത്. അപ്പോൾ പിന്നെ നമുക്ക് നല്ല ക്ലീനായിട്ടുള്ള ഞണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഒടിച്ചെടുക്കണമെങ്കിൽ ഒടിച്ചെടുക്കുക. ഇങ്ങനെ മുഴുവത്തടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയൊക്കെ ഇടാം, അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ചക്കക്കുരുവൊക്കെ ഇട്ട് നല്ലപോലെ വെക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനിതെല്ലാം നന്നാക്കിയിട്ട് അടപ്പത്ത് വെച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടും അതിനകത്തേക്ക് ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും ഇതൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ ഇതിനാവശ്യമായ ഉപ്പും ഇട്ട് കൊടുത്തു. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണമല്ലോ, അപ്പോഴല്ലേ അതിനൊരു കളറൊക്കെ വരുള്ളൂ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ അടച്ച് മൂടി കത്തിക്കാം കേട്ടോ. അപ്പോഴുണ്ടല്ലോ ചക്കക്കുരു ഇത് ഞണ്ട് ഭയങ്കരമായിട്ട് വെന്ത് കഴിയുമ്പോൾ ചക്കക്കുരു ഇടാൻ നിൽക്കണ്ട. ഞണ്ട് രണ്ട് തലയൊക്കെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരു എന്ന് പറഞ്ഞാൽ അതിന് ഇച്ചിരി വേവൊക്കെ ഉണ്ടല്ലോ, കുക്കറിലല്ലല്ല, നേരിട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഞണ്ട് രണ്ട് തലയൊക്കെ തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ ചക്കക്കുരു ഇട്ട് കൊടുക്കാം കേട്ടോ. തൊണ്ടൊന്നും കളയണ്ട, അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. മീതയിലെ തൊണ്ടും കളയണം കേട്ടോ, പിന്നെയുള്ള ബ്രൗൺ കളറിലെ തൊണ്ടൊന്നും കളയണ്ട. അത് നമുക്കിപ്പോൾ സുഖമാണല്ലോ, നേരത്തെയൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം അമ്മ പറയും നീ എന്തേ കാണിക്കണം, അതല്ലേ വിറ്റാമിൻ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ തന്ന് ചെറുതായിരുന്നപ്പോൾ കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ അറിയാം. പിന്നെ അതേപോലെ തന്നെ ഇതിന് നമുക്ക് താളിക്കാൻ വേണ്ടി ഞാനൊരു സവാളയും എടുത്തായിരുന്നു, കുറച്ച് ചുമന്നുള്ളി, ഇത്തിരി വേപ്പില, ഇത്തിരി വെളുത്തുള്ളി, ഇതെല്ലാം മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും വേണം. പിന്നെ ഞാൻ തക്കാളിയൊന്നും ഇട്ടില്ല, ഞണ്ട് മാത്രമായിട്ടൊക്കെ വെക്കുമ്പോൾ ഞാൻ തക്കാളിയൊക്കെ ഇടുവേ. അപ്പോൾ ഇത് ചക്കക്കുരുവൊക്കെ ആയത് കാരണം ഞാൻ അങ്ങനെയുള്ളതൊന്നും ചേർത്തില്ല. എന്നിട്ട് വേഗം തന്നെ അത് മൊരിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ടൊക്കെ ഉണ്ടല്ലോ അതും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത്തിരി ചാറൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. പിന്നെ പണ്ടത്തെ ആളുകൾ പറയും ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടെന്ന് പറയും. അപ്പോൾ എൻ്റെ മോളൊരു ദിവസം പറഞ്ഞ് രണ്ട് കറി ഉണ്ടെങ്കിൽ ഞണ്ട് വേണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ്. അങ്ങനെ അത് കുഞ്ഞായിരുന്നപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും അതൊക്കെ. അപ്പം നമ്മുടെ ഞണ്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ റേഷൻ അരിയൊക്കെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ആളുകൾക്ക് അറിയില്ല, ഇത് അതിൽ ഇട്ടേക്കണത് കണ്ട അത് വെളുത്തിരിക്കണത് അത് വിറ്റാമിൻ അരിയാണ് കേട്ടോ. ആളുകൾ എന്താ ചെയ്യണതെന്ന് അറിയാമോ? സർക്കാർ നമുക്ക് ഈ പാവങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അവർക്ക് എപ്പോഴും എല്ലാം മേടിച്ച് കഴിക്കാനുള്ള വിറ്റാമിൻ്റെ സംഭവമൊന്നും മേടിച്ച് കഴിക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അരിയിലേക്ക് ഇങ്ങനെയുള്ള വിറ്റാമിൻ അരികളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പാവപ്പെട്ടവർക്കും
അല്ലാത്തവരാണ് കൂടുതലും ഇപ്പോൾ ഇത് കഴിക്കണത്. ഞങ്ങളൊക്കെ കടയിൽ അരിയൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കി വെച്ചിട്ട് റേഷൻ അരി ഇട്ട് കഞ്ഞി നോക്കണേ, അത് തിന്നാനൊക്കെ ഒരു മയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ അരി ആരും ഒരിക്കലും അത് കളയരുത് കേട്ടോ. അതുപോലെ ചില ആളുകളൊക്കെ അത് പേറ്റി കളയും അല്ലെങ്കിൽ പിറക്കി കളയും, പൊട്ടരിയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാനേ കുറച്ച് പേരൊക്കെ എന്നോട് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ ഇതും ഒരു ഇതിനകത്തേക്ക് ഇട്ട് പറയാം, അപ്പോൾ ഒരു അറിവിലേക്കാവുമല്ലോ. എല്ലാവർക്കും തന്നെയല്ല കേട്ടോ, ചില ആളുകൾക്ക് അറിയില്ല, എടുത്തെടുത്ത് പെറുക്കി പെറുക്കി കളയും അല്ലെങ്കിൽ കഴുകിയൊക്കെ കളയും. അപ്പോൾ ഇനി തുടങ്ങി അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ, അത് വിറ്റാമിൻ അരിയാണേ. അപ്പോൾ അതിങ്ങനെ ഒരു നല്ല ടേസ്റ്റാണ്. അത് ഒന്ന് രണ്ടെണ്ണം വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ തോന്നും, നല്ലൊരു ടേസ്റ്റൊക്കെയാണേ.